വഴിക്കടവിൽ 15-കാരൻ പന്നിക്കിടയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചതിൽ രാഷ്ട്രീയ പോരും മുറുകുകയാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാകാമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. സർക്കാർ സ്പോൺസേഡ് ആണ് എന്ന് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് UDF പറഞ്ഞതെന്നും ശശീന്ദ്രൻ ചോദിച്ചു. പ്രതി കോൺഗ്രസുകാരനാണെന്നും ഫോൺ കോൾ അടക്കം പരിശോധിക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പ്രതി കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നത് പച്ചക്കള്ളമാണെന്നും മന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. വനമന്ത്രി മാപ്പ് പറയണമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും പ്രതികരിച്ചു. വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു വനം മന്ത്രി വനാതിർത്തികളിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണുള്ളത്. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിച്ചത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇറങ്ങി പുറത്തു പോകണം. പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. പച്ചക്കളി ഇനി കോൺഗ്രസ് ആണെങ്കിൽ എന്താ പ്രതി UDF ഗൂഢാലോചന നടത്തി കുഞ്ഞിനെ കൊല്ലായിരുന്നു. അതാണ് നിങ്ങൾ പറയണത്. ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ പറ. രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് ജയിക്കാൻ പറ. ഈ ഒരു ഹീനമായ ആരോപണം അത് പിൻവലിക്കണം. അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകണം. മന്ത്രി പറഞ്ഞതിന് എൻ്റെ പ്രതികരണം വന്നു. അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഗോവിന്ദ മാഷൊക്കെ പറയാൻ പറ്റുമോ മന്ത്രി പറഞ്ഞത് തെറ്റാന്ന്? ശരിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞേ? എന്ത് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നേ. പക്ഷെ മന്ത്രി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് വ്യക്തമാക്കണം. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇന്ന് കേരളം ആകെ അനുഭവിക്കുന്ന പ്രയാസം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറമ്പിൻ്റെ ഉടമ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ CPMൻ്റെ സജീവ പ്രവർത്തകനാണ്. വളരെ മ്ലേച്ഛമാണ്, വളരെ പരിതാപകരമാണ് മന്ത്രിയുടെ നിലപാട്. അതിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഗോവിന്ദ മാഷ നിലപാടും അദ്ദേഹം ഒന്നുകൂടി പുനഃപരിശോധിക്കണം. വനം വകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല. കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വൈദ്യുതി ബോർഡും അറിഞ്ഞില്ല, വൈദ്യുതിയുടെ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തിലൂടെ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു. അതേ എല്ലാം നിഷേധിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നോരും നമ്മൾ കൺമുമ്പിലുണ്ടല്ലോ. ആ കൺമുമ്പിലുണ്ടായ സംഭവങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇത് ഗവൺമെന്റിനെതിരായിട്ട് തിരിച്ചുവിടുന്ന ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ അന്വേഷണത്തിലൂടെ ഇപ്പോൾ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. വനം വകുപ്പ് മന്ത്രി കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉൾപ്പെടെ പരിശോധിക്കണം. ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ട് ഇതുപോലത്തെ പ്രസ്താവന നടത്തുന്ന മന്ത്രി എത്ര നിരുത്തരവാദിത്വപരമാണ് പറയുന്നത്. അതിന് മന്ത്രി മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് എൻ്റെ ഒരു ആവശ്യം മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ ആവശ്യമല്ല. സേഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഇന്നലെ ഈ അപകടത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു വഴിക്കടവിൽ. അപ്പോൾ തൊട്ട് കോൺഗ്രസ് പറയുന്നുണ്ട് ഇത് സർക്കാർ സ്പോൺസേഡ് ദുരന്തമാണ് എന്ന്. പക്ഷേ വിജയരാഘവന്റെ ഒക്കെ പ്രതികരണം ഇന്നലെ രാത്രി തന്നെ നമ്മൾ കണ്ടു. ഇതിനൊരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വിഷയം രാഷ്ട്രീയപരമായി കൂടി ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലേ? അമൃത, അത് ഗുരുതരമായ ചില ആരോപണങ്ങളാണ് വനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ വനമന്ത്രി പറയുന്നുണ്ട് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കണമെന്ന് പറയുക വഴി ഈ അപകടത്തിന് പിന്നിൽ തന്നെ ചില സംശയങ്ങൾ ഇടതുമുന്നണി മുന്നോട്ട് വെക്കുകയാണ്. അത് ഏത് തരത്തിലാണ് ആ സംശയം എന്നൊരു വ്യക്തത വരുന്നില്ല. പക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് UDFന്റെ കോൺഗ്രസുകാരനാണ് ഇപ്പോൾ അറസ്റ്റിലായ പ്രതി. അതിനൊപ്പം തന്നെ UDFന്റെ അവിടുത്തെ മെമ്പർ UDFന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. ഞങ്ങൾക്ക് സംശയമുണ്ട്, അദ്ദേഹത്തിന്റെ ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കണം, പ്രതിയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കണം എന്ന ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുക വഴി CPM ഇതിനകത്ത് ചില സംശയങ്ങൾ, ഇടതുമുന്നണി ഇതിനകത്ത് ചില സംശയങ്ങൾ പങ്കുവെക്കുകയാണ്. എന്തായാലും പോലീസ് അന്വേഷണം നടന്നു വരികയാണ്. പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം SP പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ വിഷയം അന്വേഷണം അധികം നീണ്ടുപോകില്ല എന്നത് വ്യക്തമാണ്. ഇതിനോടകം തന്നെ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്.
വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ് നിലമ്പൂർ. മലയോര മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ചർച്ച ചെയ്താൽ ആർക്കാണ് കൂടുതൽ ദോഷമുണ്ടാവുക, കൂടുതൽ ഗുണമുണ്ടാവുക എന്നുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ സജീവമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രതിക്കൂട്ടിൽ നിൽക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കും ചെയ്യാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും വനം മന്ത്രിയൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിന്റെ വാർത്തകൾ വേഗത്തിൽ തന്നെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ UDF-നെ സംബന്ധിച്ച് അവർക്ക് ഒരു അനുകൂല ഘടകവുമാണ്. എന്തായാലും ഈ വിഷയം പല വിഷയങ്ങൾ നമ്മൾ കണ്ടു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം, പെരുന്നാളിന്റെ അവധിയുമായി ബന്ധപ്പെട്ട വിഷയം, മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയം, അതിനൊപ്പം തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് പുതിയൊരു വിഷയം കൂടി വരികയാണ്. അത് ദാരുണമായ ഒരു സംഭവമാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയമായതുകൊണ്ട് എല്ലാം രാഷ്ട്രീയമാണ്. മരണമായാലും അത് ചിലപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സജീവ ചർച്ചയായി വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വരുന്നുണ്ട്. അമൃത.